ഇദ്ദേഹം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ 3 പ്രവൃത്തിയും ഈ കോൺട്രാക്ടർ എടുത്തിട്ട് പൊളിച്ചിട്ടിരിക്കുന്നതല്ലാതെ യാതൊരുവിധ പ്രവൃത്തികളും പുള്ളി ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ കോൺട്രാക്ടറിന്റെ വീടിന് മുമ്പിൽ സമര പരിപാടികളുമായിട്ടാണ് അത് ഇവിടുത്തെ പ്രദേശവാസികളുമായിട്ട് കൗൺസിലുമായിട്ടും പ്രദേശ നിവാസികളുമായിട്ട് ആലോചിച്ച് അങ്ങനെ വരെ സമര പരിപാടിക്ക് പോകാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. റോഡ് കണ്ടില്ലേ? ഈ റോഡ് എന്ന് പറയുന്നത് ആലപ്പുഴ കൈതവന വാർഡിലെ കൈതവന പള്ളിക്ക് സമീപമുള്ള റോഡാണ്. കഴിഞ്ഞ 2 കൊല്ലക്കാലമായി ഈ റോഡ് പണികൾ പൂർത്തിയാക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ഇതിലെ കൂടി ഒരു സൈക്കിള് യാത്രികന് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ വഴി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 2023 കാലഘട്ടത്തിൽ അല്പം പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു ഇത്. അങ്ങനെ മുനിസിപ്പാലിറ്റി ഈ റോഡ് പുതുക്കുവാൻ വേണ്ടി പൊളിച്ചതിന് ശേഷം 1 കൊല്ലക്കാലം കഴിഞ്ഞിട്ടും ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ വഴിയെ പോകുന്നത് സർവ്വസാധാരണമായ ആളുകളാണ്. കളർകോട് UP സ്കൂള്, കളർകോട് LP സ്കൂള്, അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് സൈക്കിളിലും ഓട്ടോറിക്ഷയിലും മറ്റുമാണ് ഈ വഴിയിലൂടെ കുട്ടികൾ പോകുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഈ വഴിയെ കൂടുതലും ആശ്രയിക്കുന്നത്. കാൽനട യാത്രക്കാരാണ് കൂടുതലും വരുന്നത്. പ്രായമായിട്ടുള്ള ആളുകൾ ഒരുപാട് വരുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ ഒരിക്കലും ഈ പറഞ്ഞവർക്കാർക്കും സഞ്ചരിക്കുവാൻ പറ്റില്ല. സൈക്കിൾ വരത്തില്ല, ഓട്ടോറിക്ഷ വരത്തില്ല. എന്തിനു പറയുന്നു, പരിസരത്തുള്ള വീടുകളിൽ ഒരു രാത്രി കാലങ്ങളിൽ ഒരു ആപത്തുണ്ടായാൽ പോലും ഒരു ഓട്ടോറിക്ഷ പോലും വന്നെത്താൻ പറ്റാത്തൊരു പാടാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ഒരു ചെറിയ റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ കൊട്ടേഷനും ടെൻഡറുമൊക്കെ ആയിട്ട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നത് അറിയുന്നില്ല. ഇത് പൊളിക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. അതെ, ഈ തോട് നീന്തി വരുന്നുണ്ട്. സാധാരണ നാട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും ഇതിനെല്ലാം ഉത്തരവാദി കൈതവന വാർഡിന്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ സജേഷ് ചക്കുറമ്പിലാണ്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ചേട്ടാ, ഈ വഴിയുടെ നിലവിൽ ഈ കുഴിയുടെ അവസ്ഥ സംബന്ധിച്ച് 2023 ഫെബ്രുവരിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പം എന്താണ് ചേട്ടൻ ഇതിനകത്ത് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ റോഡ് പൊളിച്ചത്? ഈ റോഡ് പൊളിച്ചിട്ട് എന്തുകൊണ്ടാണ് വർക്ക് നടക്കാതിരുന്നത്? അങ്ങനെ വർക്ക് നടക്കാതിരുന്നതിന് ശേഷം പിന്നെ ആൾക്കാർ അതിനോട് പരിചിതമായി വന്നപ്പോഴത്തേക്ക് ഒരു സൈക്കിളിന് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വഴി ഇങ്ങനെ ആക്കി തീർത്തത് എന്താണ്? താങ്കൾക്ക് വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിലാണ് താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾ അതിനൊരു പ്രതികരണം തരണം. നമസ്കാരം, എൻ്റെ പേര് സജേഷ് ചാക്കുറമ്പ്. നമ്മുടെ കൈതവന കുരിച്ചടി മുതൽ പക്കി കവടിക്കോട്ട് വരെയുള്ള ഈ റോഡാണ് അമൃത് റിസ്റ്റോറേഷൻ പെടുത്തിയാണ് നമ്മളിത് പുനരുദ്ധാരണത്തിന് പദ്ധതി വെക്കുന്നതും. ഇത് ഈ ടെൻഡർ എന്നുള്ളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആർക്കും ഈ വർക്ക് എടുക്കാം. അതിൻ്റെ ഭാഗമാണ് വിപിൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടർ വന്ന് ഈ വർക്ക് എടുക്കുകയും അത് അന്നത്തെ നിലവിലുള്ള റേറ്റിനേക്കാൾ 10% ബിലോയിലാണ് അദ്ദേഹം ഈ വർക്ക് എടുത്തത്. ഈ സമീപ വാർഡുകളിലെ പള്ളാത്തുരുത്തി, കളർകോടും പാലസ് വാർഡിലും കൈതവനയിലും അദ്ദേഹം വർക്കുകൾ എടുക്കുകയുണ്ടായി. ദീർഘകാലങ്ങൾ റോഡുകൾ പൊളിച്ചിട്ട് ചെയ്യാതെ ഈ 2 വാർഡുകളിലും സമര പരമ്പരകൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എടുക്കുകയും ഈ വർക്ക് പൊളിച്ചിട്ട് ചെയ്യാതെ വന്ന് റെസിഡൻസും ആയിട്ട് മീറ്റിംഗ് വിളിക്കുകയും ഞങ്ങൾ റെസിഡൻസുകാർ തീരുമാനിച്ചു 1.5 വർഷമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്ന റോഡിൽ കൂടെ ഇപ്പം തന്നെ കാണാൻ ഞാൻ നിൽക്കുന്ന റോഡിലാണ്. പക്ഷേ ഇത് തോടായിട്ടാണ് കാഴ്ച കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതൊരു റോഡാണ്, നല്ല രീതിയിൽ ജനങ്ങൾ സഞ്ചരിച്ചിരുന്ന റോഡാണിത്. ഇദ്ദേഹം വന്ന് പൊളിച്ചിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാതെ നീണ്ടുപോയപ്പോൾ റെസിഡൻസിൻ്റെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഈ റോഡ് ഉപയോഗിക്കുന്ന റോഡ് കടന്നു പോണ കൈതവന റെസിഡൻസ് അസോസിയേഷൻ ഞാനും കൂടി മീറ്റിംഗ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വർക്ക് ചെയ്യാതെ തീർപ്പിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വർക്കിൽ നിന്ന് ഒഴിവാക്കുവാനും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ നഗരസഭ ഈ വർക്ക് എടുത്തിരിക്കുന്ന വിപിനെ വർക്കിൽ നിന്ന് ഒഴിവാക്കുവാനും അദ്ദേഹം ഇതിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന ബാങ്ക് ലോഡിയിൽ ജപ്തി വരെ വരുന്ന അവസ്ഥ വന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ ആലപ്പുഴ നഗരസഭ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതായത് ആലപ്പുഴ നഗരസഭയിലോ അല്ലെങ്കിൽ എവിടെ ഒരു ഗവൺമെൻറ് വർക്ക് എഗ്രിമെൻ്റ് വെച്ച്
വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് ബാങ്കിൽ വെച്ചാൽ ഓടിയെടുക്കാം. അതാണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വർക്കിന്റെ എഗ്രിമെന്റും കാണിച്ച് ബാങ്കിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ആധാരം പണയപ്പെടുത്തി ഓടിയെടുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ആ നഗരസഭ ഇദ്ദേഹത്തെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ചെലവിൽ ഈ റോഡ് തീർക്കുകയും അതിനധികമായി വരുന്ന തുക ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടുകെട്ടുന്ന രീതിയിലേക്ക് പുതിയ കോൺട്രാക്ടർ കൊടുക്കാനായി തീരുമാനം ആലപ്പുഴ നഗരസഭ എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വന്ന് എന്നെയും റെസിഡൻസ് അസോസിയേഷനെയും സമീപിക്കുകയുണ്ടായി. കൈതവന റെസിഡൻസ് അസോസിയേഷനെ കൗൺസിലറെ സഹായിക്കണം, എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചാണ് ഞാൻ ഈ വർക്കിന് ഓടിയെടുത്തിരിക്കുന്നത്, എൻ്റെ വീട് ജപ്തിയാകും, ഞാൻ വർക്ക് ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഞാനല്ല തീരുമാനം എടുക്കേണ്ടത്, ഇതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ കൂടെ മീറ്റിങ്ങിൽ വരികയും അങ്ങനെ ജനുവരി മാസത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ ഈ വിപിൻ എന്ന കോൺട്രാക്ടർ വരികയും റെസിഡൻസിൻ്റെ പ്രസിഡന്റ് ശ്രീ എബിയാണ് അടുത്ത് നിൽക്കുന്നത് വരികയും അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരി 28 ഈ റോഡിൻ്റെ വർക്ക് തീർത്തു തരാമെന്ന് എഗ്രിമെന്റ് വെക്കുകയും എഗ്രിമെന്റ് പേപ്പർ ഞങ്ങളുടെ കൈവശമുണ്ട്, അത് താങ്കളെ കാണിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ വീണ്ടും പണി കൊടുക്കണമെന്ന് നമ്മൾ ലെറ്റർ കൊടുക്കുകയും നഗരസഭ വീണ്ടും അദ്ദേഹത്തിന് പണി ഏൽപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കുറച്ച് മെറ്റൽ കൊണ്ടുവന്ന് നിരത്തിയതല്ലാതെ പിന്നീട് ഒരു കാര്യങ്ങളും ഈ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ ഞാനും റെസിഡൻസ് അസോസിയേഷൻ ചേർന്ന് കേസിന് പോകാനുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എഗ്രിമെന്റ് പേപ്പർ ഞങ്ങളിപ്പോൾ കാണിക്കാം. അദ്ദേഹത്തിന്റെ ഒപ്പാണ്, കോൺട്രാക്ടർ ഒപ്പുമാണ് ഈ കാണുന്നത്. സമീപ വാർഡിൽ കളർ കോഡ് എടുത്ത് ദീർഘകാലം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. പാലസ് വാർഡിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈതവാര വാർഡിൽ തന്നെയും ഈ കുരിശടി റോഡ് കൂടാതെ നമ്മുടെ കൊന്നയ്ക്കാപ്പള്ളി ക്ഷേത്രത്തിന് പുറകിലുള്ള റോഡ് ഞാൻ കൗൺസിലായി വന്ന് ആദ്യമായി കൊണ്ടുവന്ന പദ്ധതിയാണ്. ഈ കൗൺസിലായി കയറിയതിന് ശേഷം ഇന്ന് 5 കൊല്ലം തികയാൻ പോവുകയാണ്, ഒരു 5-6 മാസം കൂടെ കഴിയുമ്പോൾ. ആദ്യം പൊളിച്ചിട്ട പ്ലാൻ ഫണ്ടിലെ വർക്ക് എടുത്തിരിക്കുന്ന ഈ വിപിൻ ചന്ദ്രനാണ് കൊന്നയ്ക്കാപ്പള്ളി ക്ഷേത്രത്തിന് സമയം. അതൊന്നും പൂർത്തി ഇതുപോലെ തന്നെ പൊളിച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹം. കൂടാതെ കോണിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡും ഇദ്ദേഹം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ 3 പ്രവൃത്തിയും ഈ കോൺട്രാക്ടർ എടുത്തിട്ട് പൊളിച്ചിട്ടിരിക്കുന്നതല്ലാതെ യാതൊരുവിധ പ്രവൃത്തികളും പുള്ളി ചെയ്തിട്ടില്ല. ഞാൻ കൈതവന റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതല ഏൽക്കുന്നത്. അതിന് 2023 ഒക്ടോബറിലാണ് ഈ റോഡ് പൊളിച്ചത്. ഇപ്പം ഏതാണ്ട് 2 വർഷമാവുന്നു ഈ റോഡ് ഈ ഒരു ശോചനീയ അവസ്ഥയിലായിട്ട്. നമ്മുടെ വാർഡിലെ കൈതവന വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഇവിടെ ഒരുപാട് കിടപ്പ് രോഗികളും സാധാരണക്കാരും ഒക്കെ ഉള്ളൊരു വാർഡാണ്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും വരാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുകയാണ്. ഇനി ഇത് എന്ത് ചെയ്യണമെന്നറിയാൻ ഇപ്പം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട കൗൺസിലറിനെ പലപ്പോഴായിട്ട് സമീപിക്കുകയും ഇപ്പം കേസിന് പോകേണ്ട ഒരു അവസ്ഥയിലാണ്. കോൺട്രാക്ടർ കേസിന് പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. 2025 ജനുവരി മാസം 8-ന് റെസിഡൻസ് വിളിച്ച യോഗത്തിൽ ഫെബ്രുവരി മാസം 29-നകം ഇത് പണി പൂർത്തീകരിച്ചു തരാൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അത് വെറും വാക്കായി എന്നല്ലാതെ ഒരു തരത്തിലുള്ള നടപടികളും കോൺട്രാക്ടറുടെ ഭാഗത്ത് ഉണ്ടായില്ല. പലപ്പോഴായിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞത് തടസ്സപ്പെടുത്തുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള ഫീഡ്ബാക്കും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ വീടിന് മുമ്പിൽ സമര പരിപാടികളുമായിട്ടാണ് അത് ഇവിടുത്തെ പ്രദേശവാസികളുമായിട്ട് കൗൺസിലുമായിട്ടും പ്രദേശ നിവാസികളുമായിട്ട് ആലോചിച്ച് അങ്ങനെ വല്ല സമര പരിപാടിക്ക് പോകാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ജനങ്ങള് പാവങ്ങൾ എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും 2 കൊല്ലമായിട്ട് നടന്നിപ്പോൾ കാല് വയ്യ, ആർക്കും വയ്യ. വണ്ടി വിളിച്ചാൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരത്തില്ല. ആൾക്കാർക്ക് വയ്യായിരുന്നു എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് റോഡൊന്ന് ശരിയാക്കി തരിക. ഞങ്ങൾക്ക് പുളി പോകാനായിട്ടും പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് നടന്നവരുടെ കാലുവേദന കൊണ്ട് വയ്യാതെ. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷമം ഞങ്ങൾ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം അതാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരിക. അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.